നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ശ്രീലത ചേച്ചിയാണ്, അതായത് അനു. ഓഡിയൻസിന്റെ ഇടയിലുള്ള ആക്സെപ്റ്റൻസ് ഒക്കെ എങ്ങനെയാണ് ഈ ഒരു ഇത് ടെലികാസ്റ്റിംഗ് തുടങ്ങിയപ്പോൾ, അതായത് നമുക്ക് നമ്മുടെ പോർഷൻസ് ടെലികാസ്റ്റിംഗ് തുടങ്ങിയപ്പോൾ ഒരുപാട് നല്ല ഫീഡ്ബാക്ക്, പെട്ടെന്ന് ആൾക്കാർ കുറേ പേര് വിളിച്ചു. ചേച്ചി നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്യുമ്പോഴും പോസിറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്യുമ്പോഴും ഈ രണ്ട് ഡിഫറൻസ് ഉണ്ടല്ലോ ആൾക്കാർക്കിടയിൽ. അതായത് നെഗറ്റീവ് ചെയ്യുമ്പം ഈ അമ്മമാരൊക്കെ ചിന്തിക്കും നോക്കി ഇവർ ശരിക്കും വില്ലത്തികളാണ്. ഇപ്പോഴും അതൊക്കെ ഉണ്ടോ? അങ്ങനെ ഇപ്പോഴും അതൊരു അതായത് ദേശായി ഫാമിലിയിൽ ചെയ്യുന്ന പോലെ കുറേ നേരം ഇപ്പൊ പണ്ടത്തെ പോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇല്ല അല്ലേ? ഇതും തന്നെ ആ സാധനങ്ങളൊന്നും ഇല്ല, കുറച്ച് കുറവാണ്. ഹായ് ഹലോ, വെൽക്കം ടു സീരിയൽ ടുഡേ. ദിസ് ഈസ് നിമിഷാറാം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ശ്രീലത ചേച്ചിയാണ്, അതായത് അനു. മഴതോരും മുൻപേലെ ശ്രീലത എന്ന ക്യാരക്ടറാണല്ലേ ചെയ്യുന്നത്. ചേച്ചി സുഖമായിരിക്കണം? സുഖമായിട്ടിരിക്കണം. എനിക്ക് തോന്നുന്നു സീരിയലിൽ ഒരു ഭയങ്കര ഹാർട്ട് ടച്ചിങ് ഒരു ക്യാരക്ടർ ചെയ്യുന്ന, അതെ, മേ ബി ആയിരിക്കാം. അതായത് ഒരുപാട് ഒരു സാധാരണക്കാരുടെ ഇടയിലുള്ള ഒരു കഥാപാത്രം അല്ലേ? അപ്പോൾ സീരിയലിൽ ശരണ്യയുടെ അമ്മയായിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ചേച്ചി കഥാപാത്രത്തിനെ കുറിച്ച് പറയൂ. കഥാപാത്രം ഇപ്പോൾ നമുക്ക് സമൂഹത്തിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ റേപ്പ് ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുടെ അമ്മമാർ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ്, ആ കുടുംബത്തിലെ സിറ്റുവേഷൻസ്, അങ്ങനത്തെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനോ ഉൾക്കൊള്ളാനോ പറ്റാത്ത ഒരു കാര്യമാണ്. അതെ, തീർച്ചയായും. അപ്പോൾ അത് തികച്ചും പെട്ടെന്ന് അത് ഭയങ്കര ഇമോഷണലായിട്ടും ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്ത് പോകുന്നതായിട്ടൊക്കെയുള്ള കുറേ സീൻസ് നമ്മൾ ഇപ്പോൾ 2 ഷെഡ്യൂളായി നമ്മൾ വർക്ക് ചെയ്യുന്നത്. ശരിക്കും ടച്ചിങ് ആയിട്ടുള്ള നല്ല രീതിയിൽ എടുത്തു ഇവർ. അതാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തെടുത്തത്. അതുകൊണ്ട് അത് ശരിക്കും ടച്ചായി. ശരിക്കും ചേച്ചി കരഞ്ഞു പോയിട്ടുണ്ടോ ആ ഒരു സിറ്റുവേഷൻ? റിയലായിട്ട് തന്നെ നമുക്ക് ഫസ്റ്റ് അത് ഉൾക്കൊണ്ട് ചെയ്യുമ്പോൾ അല്ലേ? മകള് റേപ്പ് ചെയ്യപ്പെടുമ്പോൾ ഒരു അമ്മയുടെ വികാരമാണ് കാണിക്കേണ്ടത്. അത് ഒരിക്കലും നമുക്കൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. അതെ, ആ ഒരു ഫീല് തോന്നിയായിരുന്നു നമുക്ക്. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അത് മേക്ക് ചെയ്തവരുടെ കഴിവ് തോന്നിയായിരുന്നു നമുക്ക്. ഓക്കെ, അപ്പോൾ ഓരോ ഡയലോഗ്സ് പറയുന്ന സമയത്തും ചേച്ചിയുടെ ഉള്ളിൽ ആ കഥാപാത്രമായിട്ട് മാറുമ്പോൾ ഒരു വികാരം എന്തായിരുന്നു? സ്ക്രിപ്റ്റ് തേച്ചും നിങ്ങൾക്കറിയാം, ജോഷി സാറിൻ്റെ സ്ക്രിപ്റ്റാണ്. നമുക്ക് സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടും, സാധനം നമുക്ക് കിട്ടും. അപ്പോൾ അത് ആ ഒരു ഫീല് വരും. അതെ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു സാധാരണക്കാരുടെ ഇതായതുകൊണ്ട് നമ്മുടെ കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു നമുക്ക് അധികം പോഷായിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒന്നും ഇടണ്ട അല്ലേ? ഇല്ല, കോസ്റ്റ്യൂംസ് നമ്മുടെ കയ്യിലുള്ളതും കുറച്ചുകൂടെ എക്സ്പെൻസ് കുറവായിരിക്കും സത്യം പറ. അതെ, എക്സ്പെൻസ് കുറവ് തന്നെയാണ്. അതെ, ഓർണമെന്റ്സ് ആണെങ്കിലും ഒന്നുമില്ല, ഓർണമെന്റ്സ് ഒന്നും വേണ്ട, ശരിക്കും ചരടൊക്കെ ഇട്ടാൽ മതി അല്ലേ? അപ്പോൾ കുറച്ചുകൂടെ ഈ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് എളുപ്പമായിട്ട് തോന്നിയോ ബാക്കിയുള്ള ക്യാരക്ടറിനെ വെച്ച് നോക്കുമ്പോഴേക്കും? മൊത്തത്തിൽ ഓവറോൾ അങ്ങനെയല്ല, ബഡ്ജറ്റിന്റെ കാര്യത്തിലാണ് അത്. ബഡ്ജറ്റിന്റെ കാര്യത്തില് നമുക്ക് സീരിയലിൽ നമ്മൾ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ സ്വന്തമായിട്ട് എടുക്കണ്ടേ? സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ 2-3 ഷെഡ്യൂളൊക്കെ എനിക്ക് തോന്നുന്നു ഒരേ കോസ്റ്റ്യൂം തന്നെ ഇടാം അല്ലേ? കുറച്ച് ഒരു 2-3 ഇപ്പം ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആകുമ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം കോസ്റ്റ്യൂംസ്. നമുക്ക് അധികം കുറേ കോസ്റ്റ്യൂംസ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സാധാരണ കുടുംബത്തിൽ കൂടിപ്പോയാൽ എത്ര കോസ്റ്റ്യൂംസ് ഉണ്ടാവും? നമുക്ക് ഡെയിലി ലൈഫ് ഇങ്ങനെ മാറി മാറി വരുന്ന ഓരോ സീൻസിൽ നമുക്ക് നമ്മളിട്ട ഡ്രസ്സ് തന്നെ റിപ്പീറ്റ് അടിച്ച് പോകാവുന്നതേ ഉള്ളൂ. നമുക്ക് പുതിയതായിട്ട് ഒന്നും പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓഡിയൻസിന്റെ ഇടയിലുള്ള ആക്സെപ്റ്റൻസ് ഒക്കെ എങ്ങനെയാണ് ഈ ഒരു ഇത് ഇപ്പം സീരിയൽ ടെലികാസ്റ്റിംഗ് തുടങ്ങിയപ്പോൾ, അതായത് നമുക്ക് നമ്മുടെ പോർഷൻസ് ടെലികാസ്റ്റിംഗ് തുടങ്ങിയപ്പോൾ ഒരുപാട് നല്ല ഫീഡ്ബാക്കും, പെട്ടെന്ന് ആൾക്കാർ കുറേ പേര് വിളിച്ചു. ഇങ്ങനെ ഏഷ്യാനെറ്റ് കണ്ടു, ഈ ക്യാരക്ടർ കണ്ടു, നന്നായിട്ടുണ്ട്, പിന്നെ ഒറിജിനൽ അമ്മയും മോളും ആണോ, അങ്ങനത്തെ ഒക്കെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഇതുപോലൊരു വിക്ടിംസ് ഒക്കെ ഉണ്ടാവില്ലേ, ചെറുതായിട്ടൊക്കെ പീഡനത്തിന് ഇരയായ ആൾക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അനുഭവിച്ച് ആരുടെയും കയ്യിൽ നിന്ന് മെസ്സേജസ്? സാധാരണ അങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ മെസ്സേജസ് വരും, ഞാനൊരു അമ്മയാണ്, എൻ്റെ മോൾ ഇതുപോലെ സിറ്റുവേഷൻ, അതുപോലെ എന്തെങ്കിലും പേഴ്സണൽ മെസ്സേജസോ? അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ സമൂഹത്തിൽ ഇപ്പം നമ്മൾ ചുറ്റുവട്ടത്തും ഒക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജസ് ഒക്കെ വന്നിട്ട് ഞങ്ങൾ യൂട്യൂബിലൊക്കെ നമ്മളാണ് ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ശരണ്യയുടെ ഫാമിലി ഞങ്ങൾക്ക് ഇഷ്ടമായി, അപ്പോൾ ഇത് നല്ലൊരു കണ്ടന്റാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചേച്ചി നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്യുമ്പോഴും പോസിറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്യുമ്പോഴും ഈ രണ്ട് ഡിഫറൻസ് ഉണ്ടല്ലോ ആൾക്കാരുടെ ഇടയിൽ. അതായത് നെഗറ്റീവ് ചെയ്യുമ്പം ഈ അമ്മമാരൊക്കെ ചിന്തിക്കും നോക്കി ഇവർ ശരിക്കും വില്ലത്തികളാണ്,
ഇപ്പോഴും അതൊക്കെ ഉണ്ടോ? അങ്ങനെ ഇപ്പോഴും അതൊരു ഷൂട്ടല്ല? ഞാൻ ചെയ്തേക്കുന്നത് പവിത്രം സീരിയലില് അതെ. ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ വലിയ നെഗറ്റീവ് അങ്ങനെ ഇല്ല, പിന്നെ ബാക്കിയൊക്കെ പോസിറ്റീവ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ അമൃത ടി വിയിൽ അതും നെഗറ്റീവ് എന്ന് പറഞ്ഞ അങ്ങനെ ഉപദ്രവിക്കുന്ന അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഒന്നല്ല, ഓക്കെ. നമ്മളുടേതായിട്ട് അത് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ. അതായത് സാഹചര്യം കൊണ്ട് നെഗറ്റീവ് ആവുക. അതല്ല, നമ്മൾ നമ്മുടെ കാര്യം നോക്കി ഒരു തൻ്റെ ഇടിയായിട്ട് നിൽക്കുന്നത് ആരെയും അത് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെ 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 പബ്ലിക് വന്നിട്ട് അങ്ങനെ ശല്യം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഡിഫറൻസ് എന്താ തോന്നി? ഏതാണ് കൂടുതൽ എളുപ്പം? ഏത് ക്യാരക്ടർ ചെയ്യാനായിരിക്കും? നെഗറ്റീവ് ചെയ്യാനാണോ അതോ കുറച്ച് പോസിറ്റീവായിട്ട് ഏതിലാണ് കൂടുതൽ നമുക്കൊരു എഫേർട്ട് ഇടേണ്ടി വരിക? എളുപ്പം അങ്ങനെയല്ല, എനിക്ക് ചെയ്യാൻ കുറച്ചുകൂടി നെഗറ്റീവ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്, ഓരോന്നും എല്ലാം ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ എളുപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമുക്ക് സീൻസിനനുസരിച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ല, കൂടുതൽ ഭാവാഭിനയം വേണ്ടത് ഏതിനായിരിക്കും? ഇപ്പോൾ സീരിയൽസിനൊന്നും അങ്ങനെ കൂടുതൽ ഭാവാവിനെ ഇട്ടണമെന്നൊന്നും അങ്ങനെയൊന്നും ആരും പറയുന്നില്ല. നമുക്ക് സ്ഥായി ഭാവം എന്നൊക്കെ പറയണോ? സ്ഥായി ഭാവം കുറച്ച് മുമ്പൊക്കെ കണ്ണുരുട്ടലും അങ്ങനെ ഇതൊക്കെ ഇപ്പൊ അതൊക്കെ മാറി, കുറെ സിസ്റ്റം മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒക്കെ നാച്ചുറൽ ആയിട്ടൊക്കെ. അതെ, ദേശായി ഫാമിലിയിൽ ചെയ്യുന്ന പോലെ കുറെ നേരം ഇപ്പൊ പണ്ടത്തെ പോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇല്ല അല്ലേ? ദുംതന സാധനങ്ങളൊന്നും ഇല്ല. കുറച്ച് കുറവാണ്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ നൈസ് അല്ലേ സീരിയൽസ് ഒക്കെ കുറച്ച്. അതെ, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയി അല്ലേ? ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല, കണ്ണുകൊണ്ട് എക്സ്പ്രഷൻ വേണ്ട, ശ്വാസം ഒന്നും അധികം എടുക്കേണ്ടി വരത്തില്ല. പണ്ടിങ്ങനെ ഡ്യൂറേഷൻ കൂട്ടാനുള്ള കുറച്ച് പരിപാടികളൊക്കെ. ഇപ്പൊ ഏറെക്കുറെ ബിഹേവ് ചെയ്താൽ മതി, നമ്മൾ ശരിക്കും തൻ്റെ ആയാൽ മതി. ഇപ്പൊ എല്ലാവരും പക്ക ഫിലിം സെറ്റപ്പിലോട്ട് വരുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പൊ ചേച്ചിയുടെ ഒരു ലോങ് ടേം ഗോൾ എന്ന് പറയുമ്പോൾ സീരിയലാണോ അതോ സിനിമയൊക്കെ ആണോ? എന്താണ്? സിനിമ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്കൊക്കെ. ഓക്കെ. ഇപ്പൊ ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സ് ഏതൊക്കെയാ സിനിമയില്? സിനിമയില് സുധീകോപ്പയുടെ സിസ്റ്ററായിട്ട് ഞാനൊരു മൂവി ചെയ്തു. ഓക്കെ. കോഴിക്കോടായിരുന്നു ഷൂട്ട്. പിന്നെ ഓട്ടംതുള്ളലിൽ ഫസ്റ്റ് ഒരു സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അത് ചെയ്തു. പിന്നെ അതുണ്ടായിരുന്നു. പിന്നെ തമിഴൊരു ചെറിയ മൂവി, അതും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു 4 ദിവസം ഷൂട്ട് കഴിഞ്ഞ് 4 ദിവസം ഷൂട്ട് കൂടി ചെയ്തു. അങ്ങനെ ഇടയ്ക്ക് ഫിലിം ചെയ്യും, പക്ഷെ സ്ഥിരമായിട്ട് വരുമാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മറ്റ് ചാനലിൽ സീരിയൽ ഉണ്ടല്ലോ, ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഇപ്പം ഏഷ്യാനെറ്റിൽ മാത്രമല്ലല്ലോ, പവിത്രം ഏഷ്യാനെറ്റിൽ തന്നെയാണ്. അല്ലാതെ വേറെ അമൃത ടി വിയിലൊക്കെ ചെയ്യുന്നുണ്ട്. സി കേരളത്തിൽ ചെമ്പരത്തി സീരിയൽ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഊമ ക്യാരക്ടർ ചെയ്യുന്നത്, സംസാരിക്കാത്ത. ഓക്കെ, സംസാരിക്കാത്ത ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതൊക്കെ മുഖത്ത് ഭാവാഭിനയം കൊണ്ടുവരണ്ടേ? അതെ, അത് കുറച്ച് ടഫാണ്. അത് മുഖത്ത് അഭിനയം ശരിക്കും വരണം. ഫുൾ എക്സ്പ്രഷൻസ് നമ്മൾ, പിന്നെ ആംഗ്യ ഭാഷ, അങ്ങനത്തെ രീതിയിൽ കൂടി തന്നെ കമ്മ്യൂണിക്കേഷൻ ഫുൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? കുറേ നേരം മിണ്ടാതെ. ആ സീരിയൽ കഴിഞ്ഞിട്ട് ആ സീരിയൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ, ചെമ്പരത്തി മാത്രം. പെട്ടെന്നാണ് ഇപ്പം മഴതൂർ മുംബൈയിൽ ജോയിൻ ചെയ്തത്. അപ്പം ഞാൻ ഡയലോഗ് പറയാണ്ട് നിന്ന് പെട്ടെന്ന് ഇവിടെ വന്ന് ഡയലോഗ് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ശ്വാസം കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. കാരണം കുറേ കാലം ഞാൻ ഡയലോഗ് പറഞ്ഞിട്ടില്ല. ഞാൻ ഇത് ചോദിക്കാൻ കാരണം, നമ്മുടെ മൗനരാഗത്തില് ആ കുട്ടി, എനിക്ക് തോന്നുന്നു ഈ സീരിയൽ കഴിയുന്നവരെ പബ്ലിക്കായിട്ടും കുട്ടി സംസാരിച്ചിട്ടില്ല അല്ലേ? അവസാനം എല്ലാവരും ഇത് ഒറിജിനലായിട്ട് ഊമയാണോ എന്ന് ചിന്തിച്ചത് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കൊച്ചിന് ലാസ്റ്റ് സംസാരശേഷിയൊക്കെ കിട്ടി. ഇതുപോലെ ഈ ക്യാരക്ടറിന് സംസാരശേഷി കിട്ടുമായിരിക്കും. അതും അറിയത്തില്ല, അതൊന്നും ചാനല് പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അതെ, അറിയില്ല അതിനെ കുറിച്ച്. അപ്പം സത്യം പറഞ്ഞാൽ സംസാരിക്കാതിരിക്കുമ്പം എല്ലാവരും ഓർക്കും എഫേർട്ട് കുറവല്ല, കൂടുതലാണല്ലേ? അത് എല്ലാവരും അത് കേട്ടപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഞാൻ സംസാരിക്കാത്ത ക്യാരക്ടർ എങ്ങനെ ചെയ്യും, എനിക്കറിയില്ല ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ളത്. അപ്പം ഞാൻ അവരോട് തന്നെ പറഞ്ഞു എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഇല്ല നമുക്ക് നോക്കാം, ചെയ്യാനും ചെയ്യുന്നൊക്കെ പറഞ്ഞു. പിന്നെ ചാനലിൽ നിന്നും എല്ലാവരും ഫുൾ സപ്പോർട്ട്, അല്ലാനും ചെയ്യുക നോക്കാം. അപ്പോൾ അവർ സി കേരളത്തിൻ്റെ മുമ്പ് ഞാൻ സുഭദ്ര എന്ന് പറഞ്ഞിട്ടുള്ള സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ അപൂർവരാഗം, അത് കഴിഞ്ഞിട്ടാണ് ഇത് 3ാമത്തെ സീരിയലാണ് സി കേരളത്തിൻ്റെ. അപ്പോൾ അത് ഇങ്ങനൊരു ക്യാരക്ടർ എങ്ങനെ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ വലിയ എഫേർട്ട് ഇല്ലാത്ത, സംസാരിക്കേണ്ട അങ്ങനെ ബുദ്ധിമുട്ടില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അത് നല്ല പണിയാണ്. അത് പിന്നെ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നല്ല പണിയുണ്ട്. കാരണം നമ്മൾ ഡയലോഗ്സ് വരും, നമുക്ക് എല്ലാവർക്കും എഴുതുന്ന പോലെ ഡയലോഗ്സ് വരും, അത് നമ്മൾ ആംഗ്യ ഭാഷയിലോട്ട്. എന്തായാലും ഒരുപാട് ഇങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഇനിയും ലഭിക്കട്ടെ, പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടട്ടെ. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റി. താങ്ക് യു.